Hi friends, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അതായത് നമ്മുടെ സാധാരണ CPU ഫാനൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് ക്രിയേറ്റീവ് ഐഡിയാസാണ് ചെയ്യാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ട് ആയിരിക്കുന്ന സംഭവമാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ പീസും ഒരു ചെറിയ പ്ലൈവുഡിൻ്റെ പീസും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത്, അതായത് ഫൈബറോ അങ്ങനെ എന്തുണ്ടെങ്കിലും ആവും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതുണ്ടാകും, ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു CPU ഫാൻ എടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെയാണ്. പിന്നെ ഇത് നമുക്ക് ആദ്യം എടുത്ത മരത്തിൻ്റെ പീസ് നമുക്ക് ഒരു L ഷേപ്പിൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ചെയ്താണ് വെക്കുന്നത്. അപ്പം സ്ക്രൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഒട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു L ഷേപ്പിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ L ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ CPU ഫാൻ എടുക്കുക. അപ്പോൾ അതും അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പം ഒട്ടിച്ച് വെക്കുമോ സ്ക്രൂ ചെയ്യുമോ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ തൽക്കാലത്തിന് സ്ക്രൂ ചെയ്ത് വെക്കുവാണ്. അപ്പം ഇത് കണ്ടോ, ആ മുകളിലേക്ക് കൊണ്ടുവരുന്ന പോർഷനിലേക്കാണ് നമ്മുടെ CPU ഫാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതും ഞാൻ സ്ക്രൂ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമുക്കിത് ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ CPU ഫാൻ ഓപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ കൊടുക്കണം. അപ്പം ഒരു 5 വോൾട്ടിൻ്റെ ഇതേപോലത്തെ ചാർജറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നമ്മുടെ ഫാനിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ വയറിങ്ങിൽ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ചൂടാറിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ചൂട് വെള്ളമോ ചൂട് ചായയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൂടുള്ളത് പെട്ടെന്ന് നമുക്കത് തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫാൻ്റെ അടിയിലേക്ക് ഇപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ച പോലെ വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഫാൻ ഓൺ ആകാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ചൂടിനെ മേളിലേക്ക് എടുത്ത് കളയും. അപ്പം നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടും. നമുക്ക് എന്താണ് തണുപ്പിക്കാൻ വെച്ചത് അത് പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കനം വേണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഞാൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ CPU ഫാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യണം. അതായത് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ വുഡൻ പീസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കമ്പിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വളച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ക്രോക്കഡൈൽ ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ആ ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നേരത്തെ തന്നെ ഞാൻ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനി ആ ഹോൾ ഇച്ചിരി വലിയ അതായത് ലൂസ് ആണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടൈറ്റിലുണ്ട്, അതുകൊണ്ട് ഒട്ടിച്ച് വെക്കുന്ന ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ CPU നമ്മൾ പവറും കൊടുത്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചാർജറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോൾഡറിങ് ഒക്കെ ചെയ്യാറുണ്ടാകും. അപ്പോൾ ഈ സോൾഡറിങ് ചെയ്യുമ്പം ഈ സോൾഡറിങ് ഗണ്ണിന് ചിലപ്പോൾ സ്മോക്ക് വരും. അതായത് നമ്മൾ ലെഡൊക്കെ ഉരുക്കാൻ നേരത്ത് സ്മോക്ക് വരും. അത് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കുമ്പം ഒരു സ്മെല്ല്, പിന്നെ ആ ഒരു പുകയുടെ ഒരു ഇറിറ്റേഷൻ വരുമല്ലോ. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് പവർ സപ്ലൈ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഫാൻ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ കണ്ടോ, ആ ഗണ്ണിനകത്തുനിന്ന് വരുന്ന സ്മോക്കെല്ലാം ഫാൻ അങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ സംഭവമാണ് ഗൈസ്. കാരണം നമ്മുടെ ആ സ്മോക്കെല്ലാം നല്ലപോലെ CPU ഫാൻ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തേക്കോ ഒന്നും അടിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.